ഗൈസ്, ഇത് നമ്മുടെ അങ്കമാലി ടൗണിലെ കാഴ്ചകളാണ്. മുൻപൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ബ്ലോക്ക് ഇപ്പോൾ ശനി ഞായർ അവധിയില്ലാതെ മിക്കപ്പോഴും ബ്ലോക്കിൽപ്പെട്ട് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ പെരുപ്പം, ഈ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള റോഡിൻ്റെ വീതി കുറവ്, വരുന്ന വാഹനങ്ങൾ ബ്ലോക്കില്ലാതെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതി, ഇതൊക്കെ അങ്കമാലി ബ്ലോക്കിൻ്റെ ഒരു കാരണമാണ്. ഇവിടുത്തെ ബ്ലോക്ക് തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടുത്തെ ട്രാഫിക് ഉദ്യോഗസ്ഥർ ഇറങ്ങി സിഗ്നലിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. എന്നാൽ അവർ ഫുൾ ബ്ലോക്ക് ആയതിനു ശേഷമാണ് പലപ്പോഴും ഇറങ്ങി നിൽക്കുന്നത്. ഇറങ്ങി നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കും. ഇതിനായി അധികാരികൾ കണ്ടുതുറക്കേണ്ടതാണ്. മുൻപൊക്കെ മാധ്യമങ്ങളിൽ അങ്കമാലിയിലെ ബ്ലോക്കിനെ പറ്റി എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഒരു കമ്മിറ്റി കൂടി ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരം പറ്റി കുറച്ച് ദിവസത്തേക്ക് ബ്ലോക്കിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളായാലും അവർ ബ്ലോക്കിൽ വരുമ്പോൾ ഏതിക്കിടെങ്കിലും കുത്തിക്കയറ്റി അവർക്ക് പോവാം, അങ്ങനെ ഒരു മൈൻഡാണ്. ഇപ്പോൾ ആരും ഇതിനെ പ്രതികരിക്കുന്നില്ല. ഇതിൽ പെട്ടുപോകുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുന്ന ആശുപത്രി കേസായിട്ട് പോകുന്നവരോ, അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുന്നവരോ, അതല്ലെങ്കിൽ സമയം കൈപ്പിടിച്ച് വാഹനം ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൽ പെട്ടുപോകുന്നത്. സമയത്ത് ഓടിയെത്തിയില്ലെങ്കിൽ അത് പ്രശ്നം, സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിൽ അത് പ്രശ്നം, ഇടയ്ക്ക് ആളെ ഇറക്കി വിട്ടാൽ അത് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് ചാല് പൊളിഞ്ഞ് കിടക്കുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നതൊക്കെ. എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. അങ്കമാലിക്ക് ബ്ലോക്കിൽ നിന്നൊരു മോചനത്തിനായി ഉടനടി അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക.